ഇപ്പോൾ സിൻഡിക്കേറ്റ് പുനർനിയമിച്ച സസ്പെൻഷൻ പിൻവലിച്ച രജിസ്ട്രാർ അനിൽകുമാർ ഇപ്പോൾ സർവകലാശാലയിലേക്ക് വരികയാണ്. അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെയുണ്ട്. താൽക്കാലിക VC മോഹൻ കുന്നുമേലാണ് സിൻഡിക്കേറ്റ് അംഗീകരിച്ച രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുക എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അവിടെ 99% ഉദ്യോഗസ്ഥരും രജിസ്ട്രാർ KS അനിൽകുമാറിനോടൊപ്പമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള 99% അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തകരും ജീവനക്കാരും KS അനിൽകുമാറിനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ തടയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ സെക്യൂരിറ്റി ജീവനക്കാരെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാറെ പ്രവേശിപ്പിക്കരുത് എന്നാണ് VC മോഹൻ കുന്നുമലിൻ്റെ വാക്കുകൾ സെക്യൂരിറ്റി ജീവനക്കാരെ കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം താൽക്കാലിക VCയുടെ ഉത്തരവിനെ സെക്യൂരിറ്റി ജീവനക്കാരും അവഗണിച്ചിരിക്കുന്നുവെന്നാണ്. KS അനിൽകുമാർ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഉത്തരവ് കൊടുത്ത KS അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്നുള്ളതായിരുന്നു താൽക്കാലിക VC ഗവർണറുടെ പ്രത്യേക നിർദ്ദേശാനുസരണം താൽക്കാലിക VCയായി ചുമതലയെടുത്ത മോഹൻ കുന്നുമേൽ നൽകിയത്. ആ മോഹൻ കുന്നുമേലിൻ്റെ ഉത്തരവിനെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോപാലുണ്ട്. ഗോപാൽ, ഇപ്പോൾ രജിസ്ട്രാറിനെ തടയാനൊന്നും സെക്യൂരിറ്റി ജീവനക്കാർ നിന്നില്ലെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇന്ന് വീണ്ടും KS അനിൽകുമാർ ഓഫീസിലെത്തിയിട്ടുണ്ട് അല്ലേ? അതെ ഡോക്ടർ അരുൺ, KS അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിലെത്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതലയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ VC നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. സർവകലാശാലയിലേക്ക് പ്രവേശിക്കരുത്, രജിസ്ട്രാറുടെ ഓഫീസിൽ കടക്കരുത്, ഒരു തരത്തിലേക്കുള്ള ഔദ്യോഗിക ചുമതലയും വഹിക്കരുത് എന്നതായിരുന്നു വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നൽകിയിരുന്ന താക്കീത്. ആ താക്കീത് അവഗണിക്കുകയാണെങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹത്തിനോട് രേഖാമൂലം നോട്ടീസ് നൽകി തന്നെ സർവകലാശാല VC ആയിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമൽ അറിയിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ സെക്യൂരിറ്റി വിഭാഗം ഓഫീസർക്ക് ഈ സർവകലാശാലയിലെ രജിസ്ട്രാറുടെ ഓഫീസിൽ അനധികൃതമായി ആരെയും പ്രവേശിക്കാൻ അനുവദിക്കരുത്, അങ്ങനെ കൃത്യമായ ആ പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം, സുരക്ഷാ സംവിധാനം ഇവിടെ ഉറപ്പാക്കണം, അത് കൃത്യമായ ജാഗ്രത അതിൽ പാലിക്കണമെന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. കൂടാതെ തന്നെ മിനി കാപ്പിന് രജിസ്ട്രാറുടെ ഉത്തരവ്, പ്ലാനിംഗ് വിഭാഗം ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതലക്കാർക്കുള്ള ഉത്തരവും മോഹൻ കുന്നുമലിൻ്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട്, ആ തീരുമാനങ്ങളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പ്രവേശിച്ചിരിക്കുന്നു. നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, നിയമവിധേയമായി തന്നെ മുന്നോട്ട് പോകും, നിയമവിരുദ്ധമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ഡോക്ടർ KS അനിൽകുമാർ ആകെ പറഞ്ഞ വാചകം. ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സർവകലാശാലയിലേക്ക് കയറുകയായിരുന്നു. തടയണം എന്ന നിർദ്ദേശം സർവകലാശാല സുരക്ഷാ ജീവനക്കാർ പോലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ ഈ സർവകലാശാല ഗേറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് എത്തുന്നത് വരെയുള്ള വഴിയിൽ എവിടെയും ഒരു തടസ്സവും അദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല. എവിടെയും ആരും അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല. അദ്ദേഹം സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതിയ ബോർഡ് വെച്ച ഓഫീസിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയാണ് എന്ന തരത്തിലേക്ക് സൂചനകൾ വന്നിരുന്നുവെങ്കിൽ പോലും ഒരു ദിവസത്തേക്ക് മാത്രമാണ് അവധിയെന്നും ആ അവധിക്ക് ശേഷം ഇന്ന് സർവകലാശാലയിൽ ഹാജരാകും എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി VCയുടെ നിലപാട് എന്താണ്, അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ സിൻഡിക്കേറ്റ് കർശനമായി വാദിക്കുന്നു, സിൻഡിക്കേറ്റ് കർശനമായി അറിയിക്കുന്നു ഒരു തരത്തിലേക്കുള്ള വീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടാകില്ല, നിയമവിരുദ്ധമായി ഒന്നും സിൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. ആ സിൻഡിക്കേറ്റ് തീരുമാനം നിലനിൽക്കുന്നത് വരെയും ഇവിടെ രജിസ്ട്രാറായ ഡോക്ടർ KS അനിൽകുമാർ തുടരും എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഷിജു ഖാൻ പറഞ്ഞത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വൈസ് ചാൻസലറാണ്, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുവർത്തികളാണ്, അത് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം രജിസ്ട്രാറായി KS അനിൽകുമാർ ചുമതല ഏറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും സർവകലാശാലയുടെ ഔദ്യോഗിക രജിസ്ട്രാർ. അതിൽ ഒരു തരത്തിലും പിന്നോട്ട്
പോകേണ്ടതില്ല. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയോടെ, സർക്കാരിൻ്റെ പിന്തുണയോടെ, CPM-ന്റെ പിന്തുണയോടെ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. VC മോഹനൻ കുന്നുമ്മലിൻ്റെ സർവകലാശാല ജീവനക്കാർ, സിൻഡിക്കേറ്റും അനിൽകുമാറും മാത്രമല്ല സർവകലാശാലയിലെ ജീവനക്കാർ, എല്ലാ സുരക്ഷാ വിഭാഗം അടക്കം എല്ലാ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ഉത്തരവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി മിനി കാപ്പന് ചുമതല ഏറ്റെടുക്കാൻ വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അത് നേരത്തെ സിസ തോമസ് മിനി കാപ്പന് ചുമതല നൽകിയിരുന്നുവെങ്കിലും, രജിസ്ട്രാർ ചുമതല നൽകിയിരുന്നുവെങ്കിലും അത് ഉത്തരവായി പുറത്തിറക്കിയിരുന്നില്ല. ഉത്തരവായി ഇറക്കാത്തതിനാൽ തന്നെ, അത് ഡോക്യുമെന്റ് ആകാത്തതിനാൽ തന്നെ ആ മിനി കാപ്പന് ചുമതലയിൽ പ്രവേശിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.